സുരേഷ് ഗോപി അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കും. 10:15 അദ്ദേഹം 10:14 ഇപ്പോൾ അദ്ദേഹം അവിടെ പെട്രോളിയം ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം മന്ത്രാലയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചുമതലയേൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. Sir. Child report, sir. Please sit down and sign this. Yes. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചുമതലയേൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ആർ അച്യുതൻ നമുക്കൊപ്പം ചേരുന്നു. സുരേഷ് ഗോപി ചുമതല ഏറ്റുകഴിഞ്ഞു. ആദ്യത്തെ ഒപ്പ് അദ്ദേഹം വെച്ചു കഴിഞ്ഞു. പറയൂ അച്യുതൻ, വിവരങ്ങൾ. SKN അല്പസമയം മുൻപാണ് സുരേഷ് ഗോപി ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ ബൊക്ക നൽകി സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം തന്നെ മന്ത്രാലയത്തിന്റെ, അതായത് ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള പെട്രോളിയം മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരിയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇരുവരും ചേർന്നാണ് ഇപ്പോൾ ചുമതല ഏറ്റിരിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം ക്യാബിനറ്റ് മന്ത്രി ചുമതല ഏറ്റ ശേഷമായിരിക്കും സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി. पेट्रोलियम मिनिस्टर के तौर पर अभी आपने ऑफिस में कार्यभार संभाला, क्या प्रायोरिटी आपका रहने वाला है? प्रायोरिटी ये सब मुझे नया है, ये मिनिस्ट्री मैंने I was not expecting this ministry, so it's a huge responsibility. So I have to definitely look into the prospects at which my Prime Minister is looking forward to, and what kind of a load he is put on my Minister Puriji. So after going through all those, the content of the next level of emerging petroleum systems in India, after learning it properly, maybe I will be able to put in my contribution on the basis of the understanding that I've had from the living standards, the life settling standards of the people of Kerala and Tamil Nadu. Definitely that will be a standard understanding of the conditions of the life of the people in the country, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. So let's keep our thoughts open, so that I will also keep my thoughts open to imbibe from my senior minister and also my Prime Minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow before them. Thank you all very much. You gave me this opportunity. Thank you. ഗോപി ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു. പെട്രോളിയം മന്ത്രാലയത്തിലാണ് അദ്ദേഹം ചുമതലയേറ്റത്. അല്പം നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ചുമതലയേറ്റത്. ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി മന്ത്രാലയത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സുരേഷ് ഗോപി ചുമതലയേറ്റത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കൊല്ലത്തു നിന്നാണ് അദ്ദേഹത്തിന് ഈ ഭാഷ സംസാരിക്കാൻ അവസരം കിട്ടിയതെന്നും കേരളം വഴി തൃശ്ശൂരാണ് തനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടുവന്നതെന്നും എന്തായാലും പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററോടും ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാത്രവുമല്ല, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സർവോപരി ഇന്ത്യയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൂടുതൽ തനിക്ക് പുതിയ വകുപ്പാണ് ഈ പെട്രോളിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മന്ത്രാലയത്തിൻ്റെ കൂടുതൽ സാധ്യതകളും വികസന സാധ്യതകളും എന്താണെന്ന് തനിക്ക് പഠിക്കേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ആർ അച്യുതൻ നമുക്കൊപ്പം ചേരുന്നു മന്ത്രാലയത്തിന് മുന്നിൽ നിന്ന്. അച്യുതൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
SKN ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മികച്ചതായി തന്നെ താൻ അതിൽ തന്റെ പ്രവർത്തനം കാഴ്ചവെക്കും. മാത്രമല്ല കേരളത്തിന് സംബന്ധിച്ച് കൂടുതൽ സംഭാവനകൾ താൻ നൽകുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ചുമതലയേറ്റ ശേഷം അദ്ദേഹം ഇനി അടുത്തതായി പോകുന്നത് ടൂറിസം മന്ത്രാലയത്തിലേക്കാണ്. 2 വകുപ്പുകളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നത്. അതിലൊന്ന് പെട്രോളിയവും 2 ടൂറിസവുമാണ്. ആദ്യം പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതല ഏൽക്കുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത ടൂറിസം മന്ത്രാലയത്തിലേക്കായിരിക്കും പോവുക. അവിടെ ചുമതല ഏൽക്കും. എന്തായാലും ഇവിടെ ഇപ്പോൾ ചുമതലയേറ്റ ശേഷം പ്രതികരിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വലിയ ഉത്തരവാദിത്തമായി തന്നെയാണ് ഈ ഒരു വകുപ്പുകളെ അദ്ദേഹം ഇപ്പോൾ നോക്കിക്കാണുന്നത്. SKN പെട്രോളിയം സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റു. അല്പം മുമ്പാണ് മന്ത്രാലയത്തിലെത്തി അദ്ദേഹം ചുമതലകൾ ഏറ്റെടുത്തത്. പെട്രോളിയം ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെ മന്ത്രാലയത്തിൽ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സുരേഷ് ഗോപി ചുമതലയേറ്റത്. പെട്രോളിയം വകുപ്പ് തനിക്ക് വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത്, വലിയൊരു ഹ്യൂജ് ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. മാത്രമല്ല തൃശ്ശൂരിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളാണ് തനിക്ക് ഇത്തരം ഒരു അവസരം തന്നത്. അതുപോലെ കൊല്ലം താൻ ജനിച്ചു വളർന്ന സ്ഥലവും അദ്ദേഹം ഓർമ്മിച്ചു. അവിടമാണ് ഇത്തരമൊരു ഭാഷ സംസാരിക്കുന്ന തന്നെ ഉയർത്തിയതെന്നും അദ്ദേഹം ഓർമ്മിച്ചു. അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെല്ലാം ചേർന്ന് അദ്ദേഹത്തിനെ മന്ത്രാലയത്തിൽ സ്വീകരിച്ചു. തുടർന്ന് പെട്രോളിയം ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തിന് ഇരിക്കാനുള്ള കസേര കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആദ്യത്തെ ഒപ്പിട്ടു, ചുമതലകൾ ഏറ്റെടുത്തു. ഇനി 10:15 അദ്ദേഹം ടൂറിസം മന്ത്രാലയത്തിലെത്തും, അവിടെയും ചുമതലയേൽക്കും. 2 വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുള്ളത്, പെട്രോളിയവും ടൂറിസവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 വകുപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. ദക്ഷിണേന്ത്യയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. തമിഴ്നാട്ടിൽ BJPയിൽ നിന്ന് ജയിച്ചു വരാത്ത ലോക്സഭാ അംഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം തമിഴ്നാടിൻ്റെ കാര്യം കൂടി പറഞ്ഞു. സർവോപരി ഇന്ത്യൻ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാഥമിക ചുമതലയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. അല്പം നിമിഷങ്ങൾ കഴിയുമ്പോൾ 10:15 അദ്ദേഹം പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയായിട്ട് മാറും. രാവിലെ 10:15 ടൂറിസം മന്ത്രാലയത്തിലെത്തി അദ്ദേഹം ചുമതലകൾ ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൺഗ്രാജുലേഷൻസ് ടു സുരേഷ് ഗോപി ഓൺസ് അഗെയിൻ. അതുപോലെ ജോർജ് കുര്യൻ്റെ വകുപ്പ് കൂടി നമുക്കറിയാനുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വന്നു, അദ്ദേഹം എപ്പോഴാണ് ഏത് മന്ത്രാലയത്തിൽ ചാർജ് എടുക്കും എന്ന് നമുക്ക് അറിവായി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രാലയത്തിൽ ചാർജ് എടുത്തതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം മന്ത്രാലയത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹജീവനക്കാരൊക്കെ തന്നെ, ഈ മന്ത്രാലയത്തിലെ ജീവനക്കാരൊക്കെ തന്നെ അദ്ദേഹത്തെ ബുക്കെ നൽകി സ്വീകരിച്ചായിരുന്നു.